അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങിയ ദിവസമാണ് കേട്ടോ. വലിയ പരിപാടികളൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പരിപാടിയാക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല, അത് മോൻ്റെ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നമ്മൾ തൊട്ടടുത്ത് സ്ഥിരം പോണ ഒരു ഷോപ്പിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത് തന്നെയുള്ള വേറൊരു ഫാൻസി ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. ഒക്കെ നമുക്ക് പരിചയമുള്ള കടകൾ തന്നെയാണ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു നിറച്ച് ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് കൊതുകുകളുണ്ട്. അപ്പം ബാറ്റ് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ കുറേ ടോയ്സുകളൊക്കെ കണ്ടിട്ട് മോളും മോനും വാങ്ങിച്ച് തരാൻ പറഞ്ഞിട്ട് നിൽക്കുക. പക്ഷേ എൻ്റെ കയ്യിൽ അത്രയുള്ള ബഡ്ജറ്റ് ഇല്ല, അതെനിക്കെല്ലാം അറിയുള്ളൂ. പക്ഷെ എന്നാലും ഇത്രയും ദിവസം നമ്മൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് കുട്ടികൾ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റണില്ല, സ്കൂളും അവധി, അങ്ങനെയൊക്കെ ആയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ആ ടോയ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അവനെ വാങ്ങിക്കണം എന്നാണ്. മോനാണെങ്കിൽ അതേ കണ്ട കാറുകൾ വേണമെന്നും പറഞ്ഞിട്ട് ഇത്തിരി വാശിയൊക്കെ പിടിച്ചു. പക്ഷെ ഞാനതൊന്നും നോക്കിയില്ല, നമ്മളത് മൈൻഡ് ചെയ്തില്ല. ഞാൻ പക്ഷേ ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ അതിനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാഞ്ഞത്. അപ്പോൾ കട്ടർ വേണമെന്ന് പറഞ്ഞു, അപ്പോൾ അത് വാങ്ങിയിട്ടോ. പിന്നെ നെയിൽ പോളിഷും വാങ്ങിയിട്ട് ഞങ്ങൾ ബാറ്റും വാങ്ങി ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഞങ്ങളൊന്നും കഴിക്കാണ്ട് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. ലിപ്സ്റ്റിക്ക് കണ്ട, സ്ട്രോല് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കരുത് പറഞ്ഞിട്ടുള്ളതാണ്. ലിപ് ബാമാണത്. ജ്യൂസ് കൊടുക്കാൻ അങ്ങോട്ട് ഓരോരുടെ സന്തോഷം കാണുമ്പോൾ പിന്നെ എങ്ങനെ ഇത് വാങ്ങിച്ചു കൊടുക്കാണ്ടിരിക്കുക. എന്തൊരു സ്നേഹം ആങ്ങളെയും പെങ്ങളും. പക്ഷെ വീട്ടിൽ വന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇല്ല കേട്ടോ. എന്നാലും നല്ല കുട്ടികളാണ്. രണ്ട് കോഴിമുട്ട കണ്ടോ, ഭാഗ്യവാൻ. അപ്പം ഞങ്ങളുടെ ജ്യൂസ് കൂടിയും സ്നാക്സ് കഴിക്കലൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയായി. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, സ്നാക്സ് വൈകുന്നേരത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും നമ്മൾ ബില്ല് ചെയ്ത് നമ്മൾ വാങ്ങിച്ചു. എനിക്ക് പിന്നെ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ, പച്ചക്കറി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പോൾ ഒന്ന് പച്ചക്കറി മാർക്കറ്റിലേക്കല്ല, നമ്മളടുത്ത് തന്നെയുള്ള ഒരു കടയിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് കറക്കവും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ ഔട്ടിങ്ങൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഈ ദിവസം ചിലവഴിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈറ്റ് ഇട്. നമ്മള് ഒരു കട്ടറും ഒരു സിയാസാവിന്റെ കട്ടറും ഒരു കുഞ്ഞി ക്യൂട്ടക്സും വാങ്ങിയിട്ട് നമുക്ക് സിയാസാവിന്റെ കട്ടറൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് സിയാസാവിന്റെ, ഇതാണ് കട്ടർ വരുന്നത്.
നമ്മളൊരു ബാറ്റും കൂടി വാങ്ങിട്ടോ. ഞങ്ങള് ഇത്രേ ഉള്ളൂ കേട്ടോ. ബൈ.